എല്ലാവർക്കും കുക്സ് പൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വാഗതം ഫ്രണ്ട്സ്. ഇന്ന് നമ്മളൊരു കിഡിൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് KFC സ്റ്റൈൽ ഹോം മെയ്ഡ് ഫ്രൈഡ് ചിക്കൻ റെസിപ്പി. അതൊക്കെ ഇപ്പോൾ കോമൺ അല്ലേ, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ നമ്മുടെ റെസിപ്പി കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അതെങ്ങനെ? എല്ലാവരും ചെയ്തു വരുന്നത് മുട്ടയും ഓട്സും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ആ ഒരു ക്രിസ്പിനെസ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മളിതൊന്നും ആഡ് ചെയ്യാതെ തന്നെ ആ ഒരു ക്രിസ്പിനെസ് കൊണ്ടുവന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അടിപൊളി, എന്നാൽ തുടങ്ങാം. ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. ഈ കാണുന്നത് പോലെ തന്നെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അത്യാവശ്യം വലിയ പീസുകൾ ഉണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. ആദ്യം തന്നെ ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ കപ്പ് കട്ടത്തൈര് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ഉപ്പ് ആവശ്യത്തിന്, അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ, 1 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പറയുന്ന നമ്മൾ ആഡ് ചെയ്ത എല്ലാ മസാലകളും എല്ലാം ഒന്നിച്ച് മിക്സായി ആ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയാണ്. ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത ചിക്കനെ ഒരു അരമണിക്കൂർ നമ്മൾ മാരിനേഷൻ ടൈം കൊടുക്കണം. അപ്പോൾ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ KFC എന്ന ബ്രാൻഡിൻ്റെ പിന്നിലെ ഒരു ഇൻസ്പയറിംഗ് സ്റ്റോറി അതൊന്ന് അറിഞ്ഞിട്ട് വന്നാലോ. കേർണൽ ഹാർലൻ സാൻഡേഴ്സ് എന്ന പേരുള്ള ഒരാളാണ് KFC കണ്ടുപിടിച്ചത്. പുള്ളി ലൈഫിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്താണ് വളർന്നത്. അതായത് പുള്ളിയുടെ അച്ഛൻ്റെ മരണശേഷം പുള്ളിക്ക് ഭയങ്കര പേഴ്സണൽ പ്രോബ്ലംസും ഫിനാൻഷ്യൽ ബേർഡൻസും ഉണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റാണ് അദ്ദേഹം പല പ്രൊഫഷൻ ട്രൈ ചെയ്തതിനു ശേഷം കുക്കിങ്ങിലേക്ക് കിടക്കുന്നത്. അങ്ങനെ 65-ാമത്തെ വയസ്സിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഷട്ട് ഡൗൺ ആകുകയാണ് പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ജോലി പോവുകയും ചെയ്തു. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം സാൻഡേഴ്സിൻ്റെ കയ്യിൽ ജസ്റ്റ് $105 മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അധികം കാലം അത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് സാൻഡേഴ്സിന് അറിയായിരുന്നു. അങ്ങനെ സാൻഡേഴ്സ് ചിക്കൻ വെച്ച് പലതരം പരീക്ഷണങ്ങൾ നടത്താൻ തുടങ്ങി. എന്നിട്ട് ആ ഉണ്ടാക്കിയ ചിക്കൻ റെസിപ്പീസ് പല റെസ്റ്റോറൻറ്റ്സിലും കഫേസിലും പോയിട്ട് സെല് ചെയ്യാൻ തുടങ്ങി. പക്ഷേ വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, കാരണം ആരും അത് വാങ്ങാൻ തയ്യാറായില്ല. പിന്നെയാണ് അദ്ദേഹം ഡോർ ടു ഡോർ ഡെലിവറി തിരഞ്ഞെടുത്തത്. പക്ഷെ അതും വലിയൊരു സക്സസ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിൽ ഒരു കാഫെ മാത്രമാണ് സാൻഡേഴ്സിന്റെ ചിക്കൻ ഫ്രൈ ആക്സെപ്റ്റ് ചെയ്തത്. അതും അവർ പല കണ്ടീഷൻസും വെച്ചു. അങ്ങനെ ഓരോ ചിക്കനും സാൻഡേഴ്സിന് 5 സെൻസ് വെച്ചാണ് അവർ ഓഫർ ചെയ്തത്. അങ്ങനെ സാൻഡേഴ്സിന്റെ ആ റെസിപ്പി വളരെയധികം പോപ്പുലാരിറ്റി നേടിയ ആ കാഫേയിൽ ഒരുപാട് പേര് അത് കഴിക്കാൻ വേണ്ടി മാത്രം ആ കാഫെ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് KFC നമ്മളെല്ലാവരും അറിയുന്ന ഒരു ഇന്റർനാഷണൽ ബ്രാൻഡായി വളർന്നത്. അപ്പൊ എങ്ങനെയുണ്ട് സാൻഡേഴ്സിന്റെ സ്റ്റോറി? അടിപൊളി കഥയല്ലേ? കണ്ടില്ലേ, 65-ാമത്തെ വയസ്സിന് ശേഷം പുള്ളി എങ്ങനെയാണ് സക്സസ് നേടിയെന്ന്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ്റെ ബാക്കിയുള്ള പണിയിലേക്ക് കടക്കാം. ഇനി അടുത്ത പ്രോസസ്സ് നമ്മൾ ഈ മാരിനേഷൻ ചെയ്ത ചിക്കനെ കോട്ടിങ് ചെയ്തെടുക്കാനുള്ള ആ ഒരു പൗഡർ അത് റെഡിയാക്കുകയാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ ഉപ്പ് ഒരു ചെറിയൊരു പൊടിക്ക്. ഉപ്പ് നമ്മൾ ഓൾറെഡി മാരിനേഷൻ ചെയ്ത ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഉപ്പ് ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വൈറ്റ് പെപ്പർ, 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ പൊടി നല്ലപോലെ കയ്യിലിട്ട് തിരുമ്മിയെടുക്കുക. അതായത് നമ്മൾ ഈ ആഡ് ചെയ്ത കോൺഫ്ലവറും വൈറ്റ് പെപ്പറും ഗരം മസാലയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്, നല്ല നൈസാകാൻ വേണ്ടി. മൈദ നല്ലപോലെ നൈസാകും നമ്മളിങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ. അങ്ങനെ ആ പ്രോസസ്സും കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു പാത്രത്തിൽ വെള്ളവും ഒരു സ്റ്റെയിനറുമാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സ്റ്റെയിനറും വെള്ളവുമാണ് നമ്മുടെ ആ ഒരു ക്രിസ്പിനെസ് കൊണ്ടുവരാൻ ഒരു വലിയൊരു പങ്ക് വഹിക്കുന്നത്. അങ്ങനെ അരമണിക്കൂർ മാരിനേഷൻ ചെയ്ത ചിക്കൻ്റെ ഓരോ പീസുകൾ നമ്മൾ ആദ്യം ഈ നമ്മൾ തയ്യാറാക്കി വെച്ച കോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ, ആ മിക്സിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കോട്ട് ചെയ്ത് കൊടുക്കുക. ഈ ചെയ്യുന്നത് ചിക്കൻ്റെ ഫസ്റ്റ് കോട്ടിംഗ് ആണ്. അങ്ങനെ ഫസ്റ്റ് കോട്ടിംഗ് കഴിഞ്ഞ ചിക്കനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ വെള്ളവും സ്റ്റെയിനറും ഉണ്ടല്ലോ, അപ്പോൾ ആ സ്റ്റെയിനറിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിലൊന്ന് മുക്കിയെടുക്കുക. കൈ തൊടാൻ പാടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ. വെള്ളം ഉപയോഗിക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം യൂസ് ചെയ്താലും മതി. അങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കോട്ടിങ് കൊടുത്ത് അതേ മിക്സിലോട്ട് തന്നെ ഈ ചിക്കന് രണ്ടാമത്തെ കോട്ടിങ്ങിന് വേണ്ടി ഇടുകയാണ്. ഇതിൽ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ചിക്കനിൽ
ആ കോട്ടിങ് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ 2 കോട്ടിങ് കൊടുത്തപ്പോൾ തന്നെ ആ ഒരു ചിക്കനിൽ ആ ഒരു ക്രിസ്പിനെസ് ഫീൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ അതേ ഒരു ക്രിസ്പി ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്സ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, എണ്ണയുടെ ചൂടാണ്. ചൂട് കുറഞ്ഞ എണ്ണയിലും ഓവർ ചൂടായ എണ്ണയിലും ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. ഈ എണ്ണയുടെ ചൂട് ഒരു ഡിഗ്രി സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 160-170 ഡിഗ്രിയിലാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരു മീഡിയം ടെമ്പറേച്ചർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം ചൂടായി പോകാനും പാടില്ല, ചൂട് വല്ലാണ്ട് കുറഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓരോ ചിക്കനും ഇങ്ങനെ 2 കോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഈ കളർ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ തന്നെ നിങ്ങൾ എണ്ണയിൽ നിന്ന് കോരി പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. അങ്ങനെ നമ്മുടെ KFC സ്റ്റൈൽ ഹോം മെയ്ഡ് ഫ്രൈഡ് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളിതിൽ മുട്ടയോ ഓട്സോ ഒന്നും ആഡ് ചെയ്യാതെ തന്നെ ആ ക്രിസ്പിനെസ് കൊണ്ടുവന്നില്ലേ, ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും ഇതിൽ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഓഫ് ദ ഡേ ആപ്പിൾസിനെ പറ്റിയാണ്. നമ്മൾ ആപ്പിൾസൊക്കെ കട്ട് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഒരുപാട് നേരം നിലനിർത്താൻ വേണ്ടിയും അതിൻ്റെ കളറൊന്നും ചേഞ്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയും കട്ട് ചെയ്യുന്ന ടൈമിൽ ഒരിത്തിരി ലെമൺ ജ്യൂസ് അതിൻ്റെ മേലെ പരട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്രഷ്നെസ് ഒരുപാട് നേരം നിൽക്കുകയും ചെയ്യും, അതിൻ്റെ കളറ് മാറുകയില്ല. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആൻഡ് എവറിത്തിങ് ഞങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള കിടിലൻ റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നവരേക്ക് ബൈ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.